പാലക്കാട് കണ്ണന്നൂരിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ 16 പേർക്ക് പരിക്ക്. ഉച്ചയോടുകൂടിയാണ് സംഭവം. മുന്നിലുള്ള ഓട്ടോറിക്ഷയിൽ ഇടിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച ദിശ മാറി വന്നാണ് മറുവശത്തേക്ക് മറിഞ്ഞത്. പാലക്കാട് നിന്നും കോട്ടായി വഴി പെരിങ്ങോട്ടുകുരിശിയിലേക്ക് പോവുകയായിരുന്ന നാഷ ട്രാവൽസ് എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്നും യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് നിയന്ത്രണം തെറ്റി മുന്നിലുള്ള ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും പിന്നീട് ഡിവൈഡർ മറികടന്ന് എതിർവശത്തേക്ക് മറിയുകയുമായിരുന്നു. ചാറ്റൽ മഴയുള്ളതുകൊണ്ട് ഡ്രൈവർക്ക് ബസ്സിനെ ബ്രേക്ക് നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കം ഉണ്ടായി. പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ചാണ് റോഡിൽ നിന്നും ബസ് മാറ്റിയത്. തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. 4 വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത പനയമ്പാടം അപകടം നടന്ന സ്ഥലം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സന്ദർശിച്ചു. റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് മന്ത്രി. ലോറി മറിഞ്ഞ് കുട്ടികൾ കൊല്ലപ്പെട്ട പന്നിയമ്പാടത്തെ അപകട സ്ഥലവും റോഡിലെ പ്രശ്നങ്ങളും നേരിട്ടെത്തി കണ്ടറിഞ്ഞ മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണ്. ഒരു വശത്ത് കൂടുതൽ വീതിയും മറുവശത്ത് കുറഞ്ഞ വീതിയുമാണുള്ളത്. ഇത് പരിഹരിക്കാൻ റോഡിന്റെ നടുവിലെ മാർക്ക് 2 മീറ്റർ മാറ്റി വരയ്ക്കും. ഇവിടെ അടിയന്തരമായി ഡിവൈഡർ സ്ഥാപിക്കും. അപകടത്തിന് കാരണമാകുന്ന വലതുഭാഗത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ഇടതുഭാഗത്തേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം, ഒരു സ്ഥിരമായ പരിഹാരം. അതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും കൂടി ചൊവ്വാഴ്ച അവരെ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നാഷണൽ ഹൈവേ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരുടെ യോഗം ചൊവ്വാഴ്ച വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൺസ്ട്രക്ഷൻ അപാകതയാണ് റോഡിനുള്ളത്. അത് പരിഹരിക്കാനാണ് ചർച്ച. ഇതിലേക്കുള്ള പണം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അനുവദിക്കേണ്ടത്. അവർ വിസമ്മതിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി വഴി തുക അനുവദിക്കും. മുണ്ടൂരിലെ ദേശീയപാതയിലും നാട്ടുകാർ ഇത്തരം ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് KSTP റോഡാണ്. ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ശ്രദ്ധയിൽപ്പെടുത്തും. അവർക്ക് ഫണ്ടില്ലെങ്കിൽ അതിനുള്ള തുകയും അനുവദിക്കാം. അവിടെ വേണ്ടത് റൗണ്ടാണോ ഫ്ലെക്സർ ലൈറ്റാണോ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥ പരിശോധനയിലൂടെ തീരുമാനിക്കും. റോഡ് ക്രോസിംഗുകൾക്ക് ഓവർബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു എന്നത് കാണാതിരുന്നുകൂടാ എന്നും പറഞ്ഞു. റോഡിലെ തകരാറുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ഉപവാസ സമരം നടത്തിയ UDFന്റെ സമരപന്തൽ സന്ദർശിച്ച നേതാക്കളോട് സംസാരിച്ച മന്ത്രി സ്ഥലത്തെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ കേട്ടു. തുടർന്ന് വാഹനാപകടം നടന്ന സ്ഥലത്തെ വീട്ടുകാരുടെ അഭിപ്രായങ്ങളും കേട്ടാണ് മടങ്ങിയത്. റോഡ് അപകടം നടന്ന പ്രദേശത്തെ റോഡിലൂടെ സ്വന്തം കാർ സ്വയം ഡ്രൈവ് ചെയ്താണ് മന്ത്രി റോഡിലെ നിർമ്മാണ പ്രശ്നങ്ങൾ വിലയിരുത്തിയത്. കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരണമടഞ്ഞ വിദ്യാർത്ഥിനികളുടെ വീട് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ സന്ദർശിച്ചു. നികത്താൻ കഴിയാത്ത വലിയ നഷ്ടമാണ് അപകടത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രി കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അറിയിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറോട് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ സർക്കാരുമായി കൂടിയാലോചിച്ച് ആവശ്യമായ നടപടികൾ ഉണ്ടാവും. ദുരന്തത്തിന് ഇരയായ കുട്ടികളുടെ കുടുംബത്തിന്റെ ദുരിതങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവും. ഇക്കാര്യത്തിൽ ക്യാബിനറ്റ് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. കുട്ടികളുടെ വീട് സംബന്ധിച്ച കാര്യങ്ങളിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ലഭ്യമാവും. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ തുടർ നടപടികൾ ഉണ്ടാവും. തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ സ്വാഭാവികമായിട്ടും അവരുടെ ദുരിതവും പ്രയാസവും കണ്ടറിയും ഗവൺമെൻറ്. ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കും. എന്തെന്നിപ്പോൾ പറയുന്നില്ല. എന്തായാലും സർക്കാർ അടുത്ത ക്യാബിനറ്റിൽ തന്നെ ഇക്കാര്യം കൂടി ആലോചിക്കും. അതുമായി ബന്ധപ്പെട്ട് ഈ നഷ്ടപ്പെട്ട കുട്ടികളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജില്ലാ കളക്ടറോട് റിപ്പോർട്ടായിട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ലഭ്യമാകും. അത് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറും ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും പങ്കെടുത്തുകൊണ്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ചേർന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേർന്നത്. ഇന്നും നാളെയും ഒക്കെയായി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, SP-യുടെ സാന്നിധ്യത്തിൽ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സുരക്ഷാ ഓഡിറ്റ് തന്നെ നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ച ജില്ലാ കളക്ടർ തന്നെ ഒരു യോഗം എടുത്തുകൊണ്ട് അക്കാര്യങ്ങൾ എടുക്കുന്നത്.
നടപ്പാക്കുന്നതിന് സർക്കാർ മുന്നിലുള്ള ജില്ലാ നടപടികൾ. തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം നടക്കും. അതിനുശേഷം സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, കരമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ, തഹസിൽദാർ, മണ്ണാർക്കാട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. KSRTC ഡിപ്പോയിൽ നിന്നും മെഡിക്കൽ കോളേജ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.പി. ഗണേഷ് കുമാർ. വരുമാന വർധനവ് ലക്ഷ്യമിച്ച പൊതുജനങ്ങൾക്കായി പെട്രോൾ പമ്പും ദീർഘദൂര ടൂറിസ്റ്റ് കേന്ദ്ര സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC പാലക്കാട് ഡിപ്പോയിലെ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് സർവീസിന്റെ ട്രയൽ റൺ 2 ദിവസത്തിനകം ആരംഭിക്കും. ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആശുപത്രിയിലെത്താനും തിരിച്ച് ടൌണിലെത്താനും കഴിയുന്ന വിധമുള്ള സമയക്രമം പാലിക്കും. കേരളത്തിനകത്തെ ഭൂരിപക്ഷ KSRTC സർവീസുകളും AC-യിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചു. 35 സൂപ്പർ പ്രീമിയം ബസ്സുകൾ അടുത്തു തന്നെ നിരത്തിലിറങ്ങും. ദീർഘദൂരങ്ങളിലേക്ക് നിലവിലുള്ള സർവീസുകൾ നിലനിർത്തി തന്നെ മദ്രാസിലേക്കും ബാംഗ്ലൂരിലേക്കും സർവീസ് ആരംഭിക്കും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കൂടുതൽ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോളേജ് സർവീസ് ഉടൻ തന്നെ നാളെയോ മറ്റന്നാളോ തന്നെ ട്രയൽ ബേസിസിൽ ആരംഭിക്കും. ആ ബസ് ആരംഭിക്കുമ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ മനുഷ്യൻ ആവശ്യമുള്ള സമയത്ത് ഇവിടുന്ന് പുറപ്പെട്ടാൽ OP സമയത്ത് ഇവിടെ എത്തത്തക്ക രീതിയിലുള്ള ഒരു ടൈമിംഗ് ആയിരിക്കണം. തിരുവനന്തപുരത്ത് വരുന്ന പാലക്കാട് എയർ കണ്ടീഷൻ പ്രീമിയം ബസ്, ഒരുപാട് കാര്യങ്ങൾ പാലക്കാടിന് വേണ്ടിയുണ്ട്. വിവോയുടെ വിശ്രമ കേന്ദ്രം വരുന്നു. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ പാലക്കാട് നിന്ന് തിരുവനന്തപുരം റൂട്ടിൽ ഓടുന്നുണ്ട്. പുതിയ 3 ബസ്സുകൾ വരുന്നുണ്ട്. അതിലൊരെണ്ണം പാലക്കാട് അവിടുന്ന് കൂടി ഇങ്ങോട്ട് വരുന്നതിന് പകരം രാവിലെ ഇവിടെ നിന്ന് ഓടി അങ്ങോട്ട് പോകുന്ന ഒരു പുതിയ ബസ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC വണ്ടി വരുന്നുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലേക്ക് ഉടൻ അനുവദിക്കുന്നത്. വേറൊരു ട്രാവൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. കേരളം മുഴുവൻ AC ബസ്സുകൾ മാക്സിമം അകത്ത് ഓടുന്നതല്ല AC ആണ്. ബാംഗ്ലൂരിലേക്ക് മൈസൂറിലേക്കുള്ള വണ്ടി സൂപ്പർ ഡീലക്സ് വണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ വരും. ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് അതുവഴി കുമളിയിലും അവസാനിക്കുന്ന രാത്രി കയറി ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്നാറിലോ കുമളിയിലോ ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു ബസ് സർവീസ് വരുന്നു. KSRTC പാലക്കാട് ഡിപ്പോ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിനായി 7 ലക്ഷം MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുമെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനിമോൾ, CMD പ്രമോദ് ശങ്കർ, നോർത്ത് സോണൽ ഓഫീസർ K. മനോജ് കുമാർ, ATO TK സന്തോഷ് കുമാർ, മാനേജർ രതീഷ് കുട്ടത്ത എന്നിവർ സംസാരിച്ചു. ശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സയൻസ് ലാം 2024 IIT ക്യാമ്പസിൽ നടത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത രാജ്യങ്ങളുടേതിന് തുല്യമായ നിലയിൽ ഉയർത്തുവാനുമുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ സമൂഹത്തിന്റെ ഗുണാത്മകമായ പരിവർത്തനത്തിനും നമ്മുടെ അടിസ്ഥാന മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുമെല്ലാം എപ്രകാരം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭമാണിത്. സംസ്ഥാനത്തെ ഉന്നത ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലും കോളേജുകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലുമായി 10,000-ഓളം ഗവേഷകർ നടത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് പരിപാടി നടത്തിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലുക്കയും ചേർന്ന് സംഘടിപ്പിച്ച ആദ്യത്തെ കേരള സയൻസ് ലാമിനെ ആവേശപൂർവ്വം വരവേറ്റു. തിരഞ്ഞെടുത്ത 21 പേരാണ് ഫൈനലിൽ മാറ്റുരച്ചത്. പ്രകൃതി, രോഗങ്ങൾ, സസ്യലോകം, അന്തരീക്ഷ മലിനീകരണം, ഉരുൾപൊട്ടലുകൾ, പഴമലിനീകരണം, നഗരമലിനീകരണം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ അവതരണങ്ങൾ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞു, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാത്രം വില്ലനായവൻ. സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവൻ എന്തായി മാറുന്നത്? വില്ലനായി മാറുന്നത്. അതായത് ഇത് ബോധബുദ്ധിയുള്ള മനുഷ്യനൊന്നല്ല, വെറും ഒരു ഡ്രഗ് ആണല്ലേ. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ക്യാൻസർ സെല്ലുകളെ കൊന്നിട്ട് നായകനാക്കാൻ നോക്കുമ്പോ അറിയാണ്ടേ നമ്മുടെ അന്യെല്ലാം അമ്പി പോലെയാണ്. അവൻ പോലും അറിയാണ്ടേ ആരെയും കൂടി പിടിച്ചു കൊല്ലും, നമ്മളുടെ നോർമൽ കോശങ്ങളെയും കൂടി കൊല്ലും. അറബിക്കടലിന്റെ റാണി ആരാണ്? കൊച്ചിക്ക് ജലദോഷം പിടിച്ചോ? നിങ്ങൾ അറിയില്ല അല്ലേ? കൊച്ചിക്ക് ജലദോഷം പിടിച്ചു എന്ന് മാത്രമല്ല, വളരെ സിവിയർ ആണ്. പക്ഷെ പിടിച്ചത് ജലദോഷമല്ല എന്ന് മാത്രം, പിടിച്ചത് ജലദേഷ്യമാണ്. ദേഷ്യത്തിലിരിക്കുകയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സയൻസ് പോർട്ടലായ ലൂക്കയുടെ നേതൃത്വത്തിൽ കൊച്ചി, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾ, തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജ്, പാലക്കാട് IIT, ശാസ്ത്ര വിദ്യാഭ്യാസ രംഗത്തെ സംരംഭമായ ക്യൂറിഫൈ, അസൽ സോഷ്യൽ ഇംപാക്ട് അഡ്വൈസേഴ്സ്, സയൻസ് കേരള യൂട്യൂബ് ചാനൽ എന്നിവയുമായി സഹകരിച്ചാണ് സയൻസ് ലാം സംഘടിപ്പിച്ചത്. ഡോക്ടർ ഡാലി ഡേവിസ്, ഡോക്ടർ KP അരവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായ BSNL-നെ നാശത്തിലേക്ക് നയിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് BSNL പെൻഷനേഴ്സ് അസോസിയേഷൻ സർക്കിൾ പ്രസിഡന്റ് M. റഷീദ് അലി. പെൻഷൻ പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വകാര്യ കമ്പനികൾ 5G നടപ്പിലാക്കിയിട്ടും BSNL 4G പോലും പൂർണ്ണമായി നടപ്പിലാക്കിയില്ല. ജീവനക്കാരെ കുറച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാതെയും BSNL-നെ തകർക്കുകയാണ്. ഏത് മത്സരം ഏറ്റെടുക്കാനുള്ള ശേഷി BSNL-നുണ്ടെങ്കിലും സ്വകാര്യ കുത്തകകൾക്കായി BSNL-നെ തകർക്കുകയാണ്. ജീവനക്കാരുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാതെ ജനദ്രോഹമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും റഷീദ് അലി പറഞ്ഞു. വൈസ് പ്രസിഡന്റ് M. ജവഹർ രാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജ്യോതി പ്രസാദ്, P. കൃഷ്ണമോഹൻ, C. ശശിധരൻ, KV ജോസ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് നാദധാരയുടെ മാർഗഴി ഫെസ്റ്റിന് ഡിസംബർ 15-ന് തുടക്കമാകും. സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ പാലക്കാട് KL ശ്രീറാം നിർവഹിക്കുമെന്ന് സെക്രട്ടറി TR പരമേശ്വരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഗീതപ്രേമികളും സംഗീതജ്ഞരും ചേർന്നാണ് നാദധാര രൂപീകരിച്ചത്. 2ാം തവണയാണ് മാർഗഴി ഫെസ്റ്റ് നടത്തുന്നത്. പ്യാരി കണ്ണുകോട്ട് ഭൗതിക് ക്ഷേത്ര മൈതാനത്താണ് മാർഗഴി ഫെസ്റ്റ് അരങ്ങേറുന്നത്. ഡിസംബർ 21-ന് സംഗീതം പത്മനാഭൻ വടകര, 22-ന് ഇടപ്പള്ളി സഹോദരന്മാർ, 25-ന് കോവൈ TH സുബ്രഹ്മണ്യം, 28-ന് കല്ലൈക്കുളങ്ങര അനിൽകുമാർ, 29-ന് ചെന്നൈ അമൃത് നാരായണൻ, ജനുവരി 1-ന് പയ്യന്നൂർ വത്സരാജ്, 4-ന് പാലക്കാട് MP മണി, 5-ന് ചെന്നൈ ശ്രേയസ് നാരായണൻ, 11-ന് ചെന്നൈ അനുരാധ KN എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. ഇപ്രാവശ്യം നാളെ, അതായത് 15-ാം തീയതി നാളെ പ്രശസ്ത പിന്നണി ഗായകനും സംഗീത സംവിധായകനും കർണാടക സംഗീതജ്ഞനുമായ KL ശ്രീറാം, പാലക്കാട് KL ശ്രീറാമാണ് ഈ മാർഗഴി ഫെസ്റ്റ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെയാണ് കച്ചേരി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആഴ്ചയിലെ 2 ദിവസം വീതമാണ് നമ്മൾ കച്ചേരിയെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ പിന്നെ ഒരു 1-2 വീക്ക് ഡേയ്സ് പബ്ലിക് ഹോളിഡേ വരുന്നുണ്ട്. ഡിസംബർ 21, ജനുവരി 1 അന്നും കച്ചേരി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ പ്രോഗ്രാമിൽ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ജനുവരി 12-ന് 100-ലധികം പേരുടെ പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ മാർഗഴി ഫെസ്റ്റ് അവസാനിക്കും. പേട്രൺ ഹരിശങ്കൻ MR, വൈസ് പ്രസിഡന്റ് നന്ദനൂർ നെല്ലൂർ, ട്രഷറർ വെങ്കടേശ്വരൻ K എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പനയമ്പാടത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച യൂത്ത് ലീഗ് നടത്തിയ റോഡ് ഉപരോധത്തിൽ സംഘർഷം. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മരണവളവിൽ പ്രശ്നം തീർക്കാൻ വേണം, ഉടനടി നടപടി വേണം. റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, റോഡിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വെറുതെ പഠനം നടത്തിയിട്ട് മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായതെന്നും കാലങ്ങളായി ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടെന്നും ഇതുവരെയും അധികൃതർ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നതുമാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. റോഡിലെ വളവുകൾ പരിഹരിക്കുക, റോഡിലെ ചരിവുകൾ പരിശോധിച്ച് നടപടി കൈക്കൊള്ളുക എന്നിവ ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് റോഡ് ഉപരോധവുമായി രംഗത്തെത്തിയത്. റോഡിന്റെ പഠനം നടത്തുന്നതിനായി ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചത്. 15 മിനിറ്റോളം പാലക്കാട് മണ്ണാർക്കാട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ചിത്രകാരൻ അമ്പലപ്പാറ ഷാജിയുടെ ചിത്രപ്രദർശനം ഡിസംബർ 16, 17, 18 തീയതികളിലായി പാലക്കാട് IMA ഹാളിൽ നടക്കും. സ്വന്തമായി നിർമ്മിച്ച പ്രതലത്തിലും നിരക്കൂട്ടിലും ഉൾപ്പെടെയുള്ള 100-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്ന് ഷാജി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ പാലക്കാട് പാലക്കാട് IMA ഹാളിലാണ് നടത്തുന്നത്. സമയം ദിവസം വന്നിട്ട് ഡിസംബർ 16, 17, 18 തീയതികളിൽ 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് ചിത്രപ്രദർശനം നടത്തുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ചിത്രങ്ങളോളം, വലുതും ചെറുതുമായിട്ടുള്ള 100 ചിത്രങ്ങളോളം ഞാൻ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ ക്യാപ്ഷൻ തന്നെ അതാണ്, മേ ബി മോർ ദാൻ 100 പെയിൻറ്റിങ്സ് ഫ്രം എ സിംഗിൾ പേഴ്സൺ.
ഇനാമിൽ ഓയിൽ, അക്രിലിക് ഉൾപ്പെടെ വിവിധതരം മാധ്യമങ്ങളിലൂടെയാണ് ചിത്രം വരച്ചിരിക്കുന്നത്. സ്വന്തമായി നിർമ്മിച്ച പ്രതലത്തിൽ വരച്ച ചിത്രങ്ങൾ വാങ്ങാനും കാണാനും അവസരമുണ്ടാകും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ഹോട്ടൽ മാനേജ്മെന്റും പഠിച്ചിട്ടുണ്ടെങ്കിലും ചിത്രരചനയാണ് മാനസിക സുഖം തരുന്നത്. അതുകൊണ്ടാണ് ചിത്രരചനയുമായി മുന്നോട്ട് പോകുന്നത്. അനാട്ടമിയുടെ ശാസ്ത്രീയ ഘടനകൾ തിരിച്ചറിഞ്ഞും പഠനവിധേയമാക്കിയതും ചിത്രരചനയ്ക്ക് പുറമെ ശില്പനിർമ്മാണത്തിനും സഹായകമാവുന്നുണ്ടെന്നും ഷാജി പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്കുത്സവം ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു. ഭക്തിയുടെ നിറദീപ പ്രഭയിൽ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്കുത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി കക്കാട് ദേവദാസൻ നമ്പൂതിരി ആദ്യ ദീപം തെളിയിച്ചതിന് പിന്നാലെ ആയിരങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൽവിളക്കിലേക്ക് ഭക്തിയുടെ നെയ്ദീപങ്ങൾ പകർന്നു. സിനിമ, സീരിയൽ ബാലതാരം ശിവാനി ഷിബിൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കുചേർന്നു. കാർത്തിക ദീപങ്ങൾ പ്രസാദം ചാർത്തിയ ക്ഷേത്രസന്നിധിയിലേക്ക് നൂറുകണക്കിന് ഭക്തരാണ് അനുഗ്രഹം തേടി എത്തിയത്. രാവിലെ വിശേഷാൽ പൂജകളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വാദ്യമേളത്തോടെ എഴുന്നള്ളത്തിന് ശേഷം നടന്ന മലയാള മനോരമ കാർത്തിക സംഗീതോത്സവം സ്വർലയ സെക്രട്ടറി TR അജയൻ ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണിയെ ചടങ്ങിൽ ആദരിച്ചു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറി E നാരായണൻകുട്ടി, ട്രസ്റ്റി ചെയർമാൻ PM തമ്പാൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ TS അഖിൽ വിഷ്ണു, ട്രസ്റ്റി അംഗങ്ങൾ, കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് A ഗണേശൻ നയിച്ച സംഗീതോത്സവം അരങ്ങേറി. ഉച്ചയ്ക്ക് കാർത്തിക സദ്യയും നടന്നു. തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി മുതൽ തൊട്ട് 14-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടുകൂടിയിട്ടാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്ഷേത്രകലകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഉത്സവം പ്രൗഢഗംഭീരമായി നടക്കുന്നത്. ക്ഷേത്രത്തിൽ 3 നേരം അന്നദാനം നടക്കാറുണ്ട്. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണങ്ങൾ നടക്കാറുണ്ട്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രം സന്ദർശിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം കാർത്തിക വിളക്ക് ഉത്സവം തന്നെയാണ്. വൃശ്ചിക മാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി രോഹിണി നാളിൽ കൊടിയിറക്കത്തോടുകൂടി അവസാനിക്കുന്ന ഈ ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ തുടങ്ങിയ സംഗീതോത്സവം വൈകിട്ട് സമാപിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരികോത്സവം റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ P പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുല്ലാങ്കുഴൽ ഫ്യൂഷൻ കലാപരിപാടി അരങ്ങേറി. രാത്രി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഭഗവതിമാരെ പള്ളിവേട്ടയ്ക്കായി എഴുന്നള്ളിച്ചു. തുടർന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം കാർത്തിക നാളിലെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ഇന്ന് രാവിലെ 8-ന് തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉത്സവം കൊടിയിറങ്ങും. 10-ന് ഉച്ചപൂജ, ശ്രീഭൂതബലി, 12-ന് ആറാട്ട് സദ്യ എന്നിവ നടക്കും. വൈകിട്ട് 6-ന് നിറമാലയും ചുറ്റുവിളക്ക് സമർപ്പിക്കുന്ന ദേശവിളക്കം നടക്കും. 6:30-ന് കഥക്, ജഗൽബന്ദി, ഭരതനാട്യം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങിലെത്തും. പുതുശ്ശേരി അയ്യപ്പ ഭക്ത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭഗവതി ക്ഷേത്രം മൈതാനിയിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. സപ്താഹ ദിനങ്ങളുടെ ഭാഗമായി നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം വലം വെച്ച് യജ്ഞവേദിയിൽ സമാപിച്ചു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ സമർപ്പണവും പ്രത്യേക പൂജകളും ഭഗവത്ഗീതാ പാരായണവും നടത്തി. പയ്യന്നൂർ പുതിയില്യം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 15-ന് സമാപന ദിവസം ഭാഗവത സംഗ്രഹം, യജ്ഞസമർപ്പണം, പ്രസാദഊട്ട് എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.